എന്താണ് ഈ ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് എന്നറിഞ്ഞിരിക്കണം. ഇത് കത്തോലിക്ക തിരുസഭയിലെ ഏറ്റവും പഴയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കത്തോലിക്ക സത്യവിശ്വാസത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, അതിൻ്റെ സമഗ്രതയെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. ഒപ്പം തന്നെ പ്രൊട്ടക്ട് ദ ഫെയ്ത്ത്ഫുൾ ഫ്രം എറേഴ്സ് ഇൻ ഡോക്ട്രിൻ ആൻഡ് മോറൽ. വിശ്വാസ കാര്യങ്ങളിൽ, ധാർമ്മിക കാര്യങ്ങളിൽ ദൈവജനത്തിന് തെറ്റുപറ്റാതെ കാവലായി നിൽക്കുക എന്നതാണ് ഈ ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്തിൻ്റെ ഉദ്ദേശം. ഒരു 3-4 കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി, ഈ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്നറിഞ്ഞിരിക്കാം. ഒന്നാമത്തത് ഗാർഡിയൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ കാവൽക്കാരനാണ് ഈ ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്. ദൈവിക വെളിപാടിനോട്, എഴുതപ്പെട്ട ലിഖിത രൂപമായ ബൈബിളിനോട്, തിരുവചനത്തോട്, കൈമാറപ്പെട്ട പാരമ്പര്യത്തോട്, സഭയുടെ പ്രബോധനത്തോട് ഒക്കെ ചേർന്നാണ് നമ്മൾ വിശ്വാസം ജീവിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു ഗാർഡിയൻ ഓഫ് ഫെയ്ത്ത്. 2, ക്ലാരിഫയിങ് ചർച്ച് ടീച്ചിങ്സ്. ചില കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കുകളൊക്കെ ഇടയ്ക്ക് വരും. തിയോളജിക്കൽ, മോറൽ, പാസ്റ്ററൽ വിഷയങ്ങൾ, ദൈവശാസ്ത്രപരമായ, ധാർമ്മികപരമായ, അജപാലനപരമായ ചില വിഷയങ്ങളെ വ്യക്തതയോടെ ജനത്തിന് പറഞ്ഞു കൊടുക്കുന്ന സംവിധാനമാണ് BDF. ഇവാലുവേറ്റിംഗ് ടീച്ചിങ് ആൻഡ് അപ്പാരിഷൻസ്. ചില ഭാഗങ്ങൾ, ചില പഠനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരും. ഒപ്പം തന്നെ ചില ദർശനങ്ങൾ, സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ്, പ്രത്യക്ഷീകരണങ്ങൾ എന്നൊക്കെ പറയും. അതിനെയൊക്കെ പഠനവിധേയമാക്കി പരിശോധിച്ച് അതിനെക്കുറിച്ച് പറയുന്നത് ഡിക്കാസ്റ്ററി ഫോർ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് ആണ്. ഒടുക്കം അസിസ്റ്റിംഗ് പോപ്പ് ആൻഡ് ബിഷപ്പ്, മാർപ്പാപ്പയെ, മെത്രാന്മാരെ സഹായിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഡയറക്റ്റ്ലി അണ്ടർ പോപ്പ്, മാർപ്പാപ്പയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് ഈ ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് എന്ന് അറിഞ്ഞിരിക്കുക.